എല്ലാവരും ഒരു ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയി തുടങ്ങി കാണും അല്ലേ? അപ്പോൾ അതൊക്കെ ഓണപ്പരീക്ഷയൊക്കെ കഴിയുന്നു. ഓണത്തിൻ്റെ ഒരു ത്രില്ലിലോട്ടൊക്കെ നമ്മൾ ആകുന്നൊരു സമയമാണ്. നമുക്കിവിടെ ഒരു 10 ദിവസമാണ് ഓണം എന്നുണ്ടെങ്കിൽ പുറത്ത് പ്രത്യേകിച്ച് യൂറോപ്പിലും കാനഡയിലും ഒക്കെ ഒരു 1 1/2 2 മാസമാണ് ഓണം ആഘോഷിക്കുന്നത്. അവർക്കിപ്പോൾ തന്നെ ചിങ്ങം ഒന്നായപ്പോൾ തന്നെ അവരുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഓണമൊക്കെ ആഘോഷിക്കുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഒരു ഐക്യവും ഒരുമയും ഒക്കെ തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പം ഈ ഓണം ആഘോഷിക്കുന്നത് ഇച്ചിരി ഒന്ന് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും കാനഡയിലാണെങ്കിലും വംശീയ അധിക്ഷേപങ്ങൾ വളരെ രൂക്ഷമാണ്. നമ്മൾ ഈ അടുത്തിടയ്ക്ക് അയർലൻഡിലൊരു കൊച്ചു പെൺകുട്ടിയെ അതിൻ്റെ കുറച്ച് മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ അയർലൻഡിലെ തന്നെ കുട്ടികൾ മാനസികമായിട്ടൊക്കെ ടോർച്ചർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലോട്ട് തിരിച്ചു പോക്കുമോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ടോർച്ചർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലത്തെ തന്നെ അവസ്ഥ കാനഡയിലും ഇപ്പോൾ ഉണ്ട്. ഈ അടുത്തിടയ്ക്കാണ് ഒരു ദമ്പതികളുടെ കാറിൽ കൊണ്ടുവന്നിട്ട് വണ്ടി ഇടിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വൈറലായത്. അപ്പം ഈ കാനഡയിലുള്ള ആൾക്കാർക്കാണെങ്കിലും യുകെയിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും അതായത് അവിടുത്തെ നേറ്റീവ്സിന് ഇപ്പം നമ്മളെ അത്ര പിടുത്തമല്ല. പിടുത്തമല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർ അത്ര പണിയൊന്നും എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ നല്ലതായിട്ട് പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് അവരുടെ ആ ഒരു രാജ്യത്തിൽ അവരുടെ ഹോൾഡ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഭയവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ താറടിച്ചു കാണിക്കുക എന്നുള്ളൊരു ഒരു പരിപാടി ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും കാനഡയിലെ ഒരു ഓണാഘോഷം, ഓണത്തല്ലിൻ്റെ വീഡിയോ അത് വളരെ മോശമായിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചത്. ഇത്തവണയാണെങ്കിലും ഓണമൊക്കെ ആഘോഷിക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തേക്കും കാനഡയൻസ് ആണെങ്കിലും യുകെയിലുള്ള ആൾക്കാരൊക്കെയാണെങ്കിലും പറയുന്നൊരു കാര്യം നമുക്ക് വൃത്തിയില്ലാന്നൊക്കെയാണ്. ട്രെയിനിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കും, പിന്നെ ലേക്കിൽ പോയിട്ട് സോപ്പിൽ കുളിക്കും, അങ്ങനെയൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഓണം ആകുമ്പോഴത്തേക്കും ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കയറി അങ്ങ് ആഘോഷിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നിയോ നാർസിസം എന്ന് പറയുന്ന എലമെൻറ്റ് എത്രത്തോളം ബാധിക്കും എന്നുള്ളതൊന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതായിരിക്കും. നമ്മളിപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഇപ്പോൾ ബംഗാളികൾ വന്നിട്ട് നമ്മുടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് അവരൊരു ആഘോഷം ആഘോഷിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരത്തില്ലേ? അതേ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് അവർക്കും ഇപ്പം ഉള്ളത്. ഇപ്പം ഇവിടെ ആഘോഷിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ഇത് തോന്നും. ഇപ്പം അവർ രാത്രിയൊക്കെ ആണെങ്കിലും ഈ ഡോലൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊട്ടി അങ്ങനത്തെ രീതിയിലൊക്കെ ആഘോഷങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കാർ ഈ പറയുന്ന സ്ഥലങ്ങളിൽ കാണിക്കുന്നത്. മലയാളികളല്ല, പ്രധാനമായിട്ടും പഞ്ചാബികളൊക്കെ രാത്രിയിലൊക്കെയാണ് ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. കല്യാണത്തിനൊക്കെ കുതിരപ്പുറത്ത് വരിക, അപ്പോൾ ഒരു റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഓണം ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം. വെറുതെ സായിപ്പിൻ്റെ കയ്യിൽ നിന്ന് ഓണത്തല്ലൊക്കെ വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണെന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ. ഓണം ഭയങ്കര ഒരു വികാരമാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലുള്ളവരെക്കാട്ടിലും വളരെ ഗംഭീരമായിട്ടാണ് പുറത്തുള്ള ആൾക്കാർ ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഒരു വികാരത്തള്ളിച്ചയിൽ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കാതിരുന്നാൽ നന്നായിരിക്കും.